എന്നായി മതിക്കുട്ടി? പുള്ളിക്കാരനെ കണ്ടായിരുന്നോ? ഓ, അത് നടക്കത്തില്ല എബ്രാമേ. സൈമനോട് പറഞ്ഞിട്ട് എന്നതേലും ചെയ്യാനാ പുള്ളിക്കാരൻ പറയുന്നത്. ആന്നോ? ഒരു ചാൻസും ഇല്ലയോ? ഇല്ല. ഇനിയിപ്പോൾ എന്നാ ചെയ്യും? ശരി, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തേച്ചും വിളിക്കാം. അങ്ങനെ ആട്ടെ. മാത്തുക്കുട്ടിയായിരുന്നോ? അത് നടക്കത്തില്ല. മോഹൻലാലിന്റെ കാര്യമേ. ചേടാ എന്ന് തീർത്തു പറഞ്ഞു. എന്നാ പിന്നെ മറ്റാരെങ്കിലും നോക്കിയാലോ? ഇന്ന് ഇവിടം കൂടെ അല്ലൂടാ. ആ ധൈര്യത്തിലാ അടിക്കുന്നേ. നമ്മുടെ റൂട്ടിലെല്ലാം നല്ല ഊതീരാ പോലീസേ. ജർമ്മനിയിൽ എങ്ങനെ പിടുത്തമുണ്ടോ? പിടുത്തോന്ന് വെച്ചാ ചുമ്മാ വഴിയേറി ഒളിച്ചു നിന്നിട്ട് ചാടി വീഴത്തൊന്നുമില്ല. അടിച്ചേച്ചും വെച്ച് എവിടെയെങ്കിലും കൊണ്ട് ചാർത്തിയാ പിന്നെ പോക്കാ, ലൈസൻസ് കട്ടാകും. പോലീസ് എങ്ങനെ കൈമടക്ക് വാങ്ങൂ? കൊണ്ടോ കൊടുത്തു നോക്ക്, വിവരം അറിയും. ആ സൈസ് പന്നത്തിലൊക്കെ ഇവിടെ നടക്കത്തുള്ളൂ. എന്നാലും ഈ നാടിന്റെ സുഖം അറിയണമെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും പോയി നിന്നേച്ചു വരണം. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരടാവൂ. അല്ല, ഇന്ന് പോകുന്നില്ലല്ലോ. അപ്പച്ചനെ വിളിച്ചൊന്ന് പറയണ്ടേ? നീ ഒരെണ്ണം ഒഴിച്ചങ്ങ് അടിയിടാവൂ. വേണ്ട മാത്തോട്ടി, അപ്പച്ചന് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ ഒക്കെയല്ല. അതാ അവിടെ എങ്ങനാ അടിയുടെ കാര്യത്തില് ജാൻസമ്മയുടെ ഇടപെടലുണ്ടോ? ഓ, റേഷനാന്നേ. എപ്പോഴോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ശകേലം ഷുഗർ കൂടി കിടക്കുന്നു. ഓ, അന്ന് തൊട്ട് അവൾ അളന്നു തരും, അത് കഴിച്ചോളൂന്നാ. ഓ കർത്താവേ, 100 ആയുസാ ദാണ്ട് വിളിക്കുന്നു. ആ പറഞ്ഞാട്ടെ. ഇതെവിടാ? എറണാകുളത്തൊരു ഹോട്ടലിലാ. എബ്രാമിന്റെ സൂസൻ വിളിച്ചായിരുന്നു. മോഹൻലാലിന് നടക്കത്തില്ലല്ലോ. ഇല്ല. എന്നാ പിന്നെ നാളെ തന്നെ ടിക്കറ്റ് ഒക്കെ കിട്ടിങ്ങ് പോരാമേലേ? എബ്രാ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നാളെ പ്ലാങ്കമണ്ണിനൊന്ന് പോയാലോ എന്ന് ആലോചിക്കുക. അവിടെ ചെന്ന് എന്നെ എടുക്കാനാ? ചുമ്മാ ഒന്ന് പോയി ആളുകളെല്ലാം ഒക്കെ ഒന്ന് കണ്ടേച്ചും വെച്ച് വരാവുന്നേ. 5-6 വർഷമായില്ലയോ? ആളുകളെന്ന് വെച്ചാ ആരാന്ന് എനിക്കറിയാം. അതിനാണല്ലോ കെട്ടും കെട്ടി ചാടിക്കേറി ഇവിടെ നിന്ന് പോയത്. എന്റെ ജാൻസമ്മ, നീ വേണ്ടാതീനം പറയരുത്. ആ വീട് അവിടെ പൂട്ടിക്കിടക്കുമല്ലയോ, അതൊന്ന് പോയി തുറന്നു നോക്കണ്ടായോ? വീടൊക്കെ സുഗുണനും മോഹിനിയും കൂടെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അത് കള. ഏതായാലും ഞാനിന്ന് പോയേച്ചു വരാം. ഞാൻ വിളിക്കാവേ, ഒരു കോള് വരുന്നുണ്ട്. ഏബ്രാമിന്റെ ആണെന്ന് തോന്നുന്നു. തമ്പാനെ, ഇയാളെന്ന് ആലോചിച്ചിട്ട് നിൽക്കുന്നേ? ഒഴിച്ചു വെച്ച് അടിയിടോ. അല്ല, നാളെ ഓഗസ്റ്റ് 15 മാഞ്ചേട്ടന്റെ ഷാപ്പ് അവധിയായിരിക്കും. സുപ്രഭാതം. പ്ലാങ്കമൺ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. പ്രത്യേക സ്വാതന്ത്ര്യ ദിന പരിപാടികളുടെ ഒരു ഗംഭീര ദൃശ്യാനുഭവം തന്നെയാണ് BBC ഇന്ന് പ്രേക്ഷകർക്കായി നൽകാൻ പോകുന്നത്. സ്വാതന്ത്ര്യദിന പ്രത്യേക ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം തടവറ. സാറേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ആശംസകൾ തിരിച്ചു നേരുന്നു. ഇന്ന് നീ വൈകി. ഇനി വന്നില്ലെങ്കിലോ എന്നോർത്തൊരു കാപ്പി ഇടാൻ തുടങ്ങുമായിരുന്നു. ഗ്യാസ് ഇല്ലയോ? അതോ ഗാന്ധിസം പാചകവാതക ഉപയോഗത്തിനെതിരാന്നോ? അത് തീർന്നു. എന്ത് ഗാന്ധിസോ? കൊച്ചെ, നീ മേടിക്കും. ഗ്യാസാ തീർന്നത്. എന്തായാലും ഓഗസ്റ്റ് 15 പ്ലാങ്കമൺ ഗാന്ധി കടുങ്കാപ്പി കുടിക്കണ്ട, ആട്ടുംപാലി തന്നെ താങ്ങ്. 47 ലഭിച്ച സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കാരണവന്മാരോട് തറുതല പറയാനുള്ള സ്വാതന്ത്ര്യമല്ല. നിന്റെ തലമുറയ്ക്ക് അതിന്റെ വില എന്താണെന്ന് അറിയത്തില്ല. ഓ പിന്നെ എന്തോന്നാ ഈ സ്വാതന്ത്ര്യം? പനങ്കാവിലെ ജോസാറ് പറയും കരിദിനമായിട്ട് ആചരിക്കണം ഈ 15-ാം തീയതി. 66 വർഷമാവുന്നു. ഇന്നും ഈ മഹാഭാരതത്തിലെ ജനസംഖ്യയുടെ 40% വെളിക്കിരിക്കാൻ കക്കൂസില്ലാത്ത നാടായത്. നിങ്ങളുടെ കോൺഗ്രസ് എത്ര കാലം ഭരിച്ചു? ഞാൻ കോൺഗ്രസ് അല്ലേ, ഒരു പാവം ഗാന്ധിയനാണ്. ഞാൻ മാവോയിസ്റ്റാ. എന്റെ കൂടെ കുടിക്കും. തലയ്ക്ക് വെളിവില്ലാത്തവരുടെ സംഘത്തിൽ ഇപ്പൊ അതാണോ പേര്? ചെല്ല് ചെല്ല്, ആ മേശപ്പുറത്ത് കാശിരിപ്പുണ്ട്, എടുത്തോണ്ട് പോ. മാവോയിസ്റ്റ്. സാറേ,
പുത്രൻ കുംഭകർണ സേവ കഴിഞ്ഞ് എഴുന്നേറ്റില്ലയോ? അയ്യോ, അവന് എറണാകുളത്തിന് പോയിരിക്കല്ലയോ. നമ്മുടെ കുരുടൻചാലിലെ മാത്തുക്കുട്ടി ഇന്നലെ ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവനെ സ്വീകരിക്കാൻ പോയേക്കുവാ. മാത്തുക്കുട്ടി ചായനോ? ആ. തനിച്ചാന്നോ ഇത്തവണ? അതോ ആ ഇടങ്ങേറി പിടിച്ച മെമ്പർ നോത്തിയും കൂടെ ഉണ്ടോ? സംസ്കാരശൂന്യമായ ഭാഷ പ്രയോഗിക്കരുത്. കുഞ്ഞുമോക്ക് ചൂരലിൽ നല്ല പെട കിട്ടും എന്റേന്ന്. എന്നതാ സുഗുണൻ ചേട്ടൻ. ഉം. ചേട്ടാ, ഇവനെ കൊണ്ട് തോറ്റു. എടാ സുഗുണാ, സുഗുണാ, എടാ, എടാ സുഗുണാ, പറയുന്ന കേക്ക്. അടി, അതാ, അടി കൊള്ളു നിനക്ക്. സുഗുണാ, എന്താ? നീ വീട്ടിൽ പോ. സുഗുണാ, എടാ അവിടെ നിൽക്കാൻ. എടാ സുഗുണ ഇവിടെ വരാനാ പറഞ്ഞത്. ആ സാറേ എവിടെ ശവം കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിച്ചു പറ. എനിക്ക് പോകാൻ ഒരു പോലീസ് ജീപ്പും ഇന്ന് രണ്ടിലൊന്നല്ല രണ്ടും തീരുമാനമാവും. എടി നീ എവിടെ വരെ ഓടുമെന്ന് എനിക്കൊന്ന് കാണണം. എന്നാ അത് തന്നെ നടക്കട്ടെ. എടി എവിടെ നിൽക്കാം. ഈ നശിച്ചവനെ എന്നതാ ഇപ്പൊ ചെയ്യുന്നേ? കെട്ടിയോളുടെ തല തല്ലി പൊളിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് സുഗുണൻ ചേട്ടന്റെ സ്വാതന്ത്ര്യം. ഇന്ത്യൻ പുരുഷന്റെ സ്വാതന്ത്ര്യം. എന്നാ ഞാനങ്ങോട്ട് ആ പിന്നെ സ്കൂളിലേക്ക് വന്നേക്കണം. അവിടെ പതാക വന്ദനമുണ്ട്. അല്ല പായസ ചെമ്പിന്റെ അടുപ്പിന്റെ മുകളിൽ കാണുമെന്ന് അറിയാം. എന്നാലും ഒരു മര്യാദയ്ക്ക് ക്ഷണിച്ചതേ ഉള്ളൂ. ഉം. ഉം. എന്നതാ പതിഞ്ഞില്ല, ഒന്നുകൂടി പോക്കണം. ഒന്നുകൂടെ പൊക്കണോ? എന്ത് കൊടി കൊടിയാ? ഓടാവേ, മിന്നുകെട്ടായാലും പേരായാലും നിന്റെയൊക്കെ സൗകര്യത്തിന് ഷൂട്ട് ചെയ്യാൻ നിന്നും കിണം തരണം അല്ലേ? ഓക്കെ 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 ഓക്കെ. ചിരിച്ചോ. അവിടുന്ന് വാ ചേച്ചി. സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.